ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അച്ചാർ തയ്യാറാക്കാം. ഇത് മാങ്ങയല്ല, ഇതാണ് അമ്പഴങ്ങ അച്ചാറാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അമ്പഴങ്ങ എന്നാണ്. കണ്ടാൽ ഇത് മാങ്ങ പോലെയാണ് ഇരിക്കുന്നത്, പക്ഷേ ഇത് അമ്പഴങ്ങയാണ്. ഇപ്പം നിറയെ കിട്ടുന്നുണ്ട് മാർക്കറ്റിലൊക്കെ. ഇതിൻ്റെ സീസണാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനെ ഏകദേശം ഇങ്ങനെ ചെറിയ രീതിയിൽ ഇതിനൊന്ന് മുറിച്ചെടുക്കുക. ഇങ്ങനെ നീളത്തിന് മുറിച്ചാൽ മതി. ഇതിനൊരു ചെറിയൊരു ചവർപ്പുണ്ട്. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് പേരയ്ക്ക പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ കുറച്ച് ഉപ്പും കായപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം. ഞാനിതിന് തയ്യാറാക്കാൻ വേണ്ടി നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചതും അത്യാവശ്യം ഒരു വലിയ കഷ്ണം ഇഞ്ചിയും എടുത്ത് ചതച്ച് ഈ കടുകിട്ടതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് ചെറിയ തീയിൽ വെച്ച് മൂപ്പിച്ചെടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് മുളക് പൊടി ഒരു 4-5 ടേബിൾ സ്പൂൺ. ഇത് ഞാനിപ്പോൾ ഒരു 3-4 അമ്പഴങ്ങ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം ചേർത്തൊന്ന് മിക്സാക്കിയിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ അമ്പഴങ്ങ നമ്മൾ അരിഞ്ഞ് വെച്ചതിൽ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങിയിരിപ്പുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഇതിലേക്ക് തട്ടി ഒന്ന് വഴട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം മാങ്ങ അച്ചാർ വെച്ച പോലെ തന്നെയാണ്. നല്ല കടുകടാന്നിരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല രുചിയുണ്ട് വെച്ചിട്ട്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അങ്ങനെ രുചികരമായ അമ്പഴങ്ങ അച്ചാർ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലതാണ്, നല്ല ഹെൽത്തിയുമാണ്. അമ്പഴങ്ങ ഇപ്പം മാർക്കറ്റിൽ നല്ലപോലെ കിട്ടുന്നുണ്ട്. എല്ലാവരും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് വന്ന് അറിയിക്കുക. താങ്ക്